ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് ബോട്ട് എയർഡോപ്സ് 170 എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞൻ TWSനെ കുറിച്ചാണ്. എനിക്ക് റഫ് യൂസ് ചെയ്യാനായിട്ട് ഒരു TWS വേണമായിരുന്നു. അങ്ങനെ ഇരിക്കലാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ, അതായത് ബോട്ട് 170 എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഈ ഒരു കളറിന്, ബ്ലൂ കളറിന് 1499 രൂപ എന്നുള്ളത് മാറിയിട്ട് 899 രൂപയ്ക്ക് അവിടെ കിടക്കുന്നു, കാർട്ടിലേക്ക് കിടക്കുന്നു. അപ്പോൾ ഞാനിത് എന്തെങ്കിലും എററാണോ എന്ന് വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി നോക്കിയപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് കളറിന് 1499 തന്നെയാണ്, ബ്ലാക്കിനും വൈറ്റിനും. ഓക്കെ, ഈ ഒരു കളറിന് മാത്രമാണ് ഈ 899 ആയിട്ട് നിൽക്കുന്നത്. സോ ഞാനൊന്നും നോക്കിയില്ല, പ്രൊഡക്റ്റ് വാങ്ങി കയ്യിൽ കിട്ടി, ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും നിരാശയില്ല. ആ ഒരു 899 രൂപ എനിക്ക് മുതലായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, ഒരു സംശയവുമില്ല. സോ ഞാൻ വിചാരിച്ചെന്നാൽ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോടുകൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു മടിയും കാണിക്കരുത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 899 രൂപയ്ക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിയത്. സോ അതുകൊണ്ട് തന്നെ ഏത് പ്രൈസ് റേഞ്ചിൽ ഇതിനെ റിവ്യൂ ചെയ്യണം എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ട്. കാരണം 1499 രൂപയാണ് നോർമലി ഓൺലൈനിൽ ഇതിൻ്റെ ഒരു പ്രൈസ് കാണിക്കുന്നത്. അത് ബോട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അങ്ങനെ തന്നെയാണ്, ഫ്ലിപ്കാർട്ടിലും അങ്ങനെ തന്നെയാണ്, ആമസോണിലും അങ്ങനെ തന്നെയാണ്. സോ ഒരു 1000 രൂപ റേഞ്ചിലുള്ള ഒരു TWS എന്നുള്ള രീതിക്ക് എൻ്റെ ഉപയോഗിച്ച ഒരു അനുഭവം ഞാനിവിടെ പറയാം. ആദ്യം തന്നെ ഇതിൻ്റെ കേസിനെ കുറിച്ച് പറയാം. അത്ര നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു കാണുമ്പോൾ ഒരു ഫിനിഷിങ് ഇല്ലാത്തൊരവസ്ഥ തോന്നുന്നുണ്ട്. മോശമാണെന്നല്ല പറയുന്നത്, കുറച്ചും കൂടി ഈ ഒരു സൈഡിൽ ഒരു കട്ടിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ ഈ കേസ് മൂടി തുറക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ സൗണ്ടൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ ഈ മാഗ്നറ്റിക് ആ ഒരു എഫക്റ്റ് അത്ര, ആ ഒരു പവർ അത്ര നന്നായിട്ടില്ല. കയ്യിൽ നല്ല സുഖമായിട്ടിരിക്കുന്നുണ്ട്, അത്രയും കോമ്പാക്റ്റ് ആണ്. ഒരു കുഞ്ഞൻ TWS ആണ്, കണ്ടോ, കയ്യിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ള ഫീല് പോലില്ല. ഹോൾഡ് ചെയ്യാനൊക്കെ നല്ല സുഖമാണ്. ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഫോണിൽ ജസ്റ്റ് ഇതൊന്ന് ഈ ഒരു ക്യാപ്പ് തുറന്ന് വെക്കുക, നമ്മളെ നോർമൽ ബ്ലൂടൂത്തിൽ പോയിട്ട് ഫോണിൻ്റെ ബ്ലൂടൂത്ത് മെനുവിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും. എയർഡോപ്സ് 170 എന്ന് കാണിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ TWSലോട്ട്, അതായത് ഇതിൻ്റെ ഇയർപോഡ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടാ, നല്ല അടിപൊളി സാധനമാണ്. നല്ല രസമായിട്ട് ചെവിട്ടിലിരിക്കുന്നുണ്ട്. ചെവിട്ടിൽ വെച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യം എന്താണെന്ന് അറിയുമോ, ഇതിൽ ANC എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ കൊടുത്തിട്ടില്ല. പകരം ENX ടെക്നോളജിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ANC ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ചെവിട്ടിൽ ഇത് വെക്കുമ്പോൾ ഒരു പ്രഷർ വന്നിട്ട് ചെവി അടയുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ ആർട്ടിഫിഷ്യലായിട്ട്, ആ ഒരു പ്രശ്നം ഇതിൽ വരുന്നില്ല. എന്നാൽ ഏകദേശം ഒരു 40-50% പുറമേ നിന്നുള്ള വോളിയം ഇത് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. സോ അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അതുകൂടാതെ IPX4ൻ്റെ സ്വെറ്റ് പ്രൂഫും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ഇടുന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, വയർപ്പ് കയറുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. ഇത് ചെവിട്ടിൽ വെച്ച് കഴിഞ്ഞാലും അത്യാവശ്യം ഓടുകയാണെങ്കിലും ഊരി വീഴുമൊന്നുമില്ല കേട്ടോ. നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നത് കണ്ടോ, അങ്ങനത്തെ ഊരി വീഴുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. സോ ഇതിൻ്റെ ബിൽഡ് കംഫർട്ടിൽ 100ൽ 100 മാർക്ക് തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ മറ്റൊരു നെഗറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഈക്വലൈസറുകൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എങ്ങനെയാണോ കിട്ടുന്നത് അത് മാത്രമാണ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. ഇവിടെ നമുക്ക് ബോട്ടിൻ്റെ സിഗ്നേച്ചർ ടൂണിങ് വരുന്നുണ്ട്, അത് അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. 13mm വലിയൊരു ഡ്രൈവർ കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട ആ ഒരു സോഫ്റ്റ് ബേസ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. വോയിസ് ക്രാക്ക് ആവുന്ന പ്രശ്നങ്ങൾ, ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇതെന്ത് ഈ പാട്ട് ഇങ്ങനെയാണോ എന്ന് ഒരിക്കൽ പോലും നമുക്ക് തോന്നില്ല. നല്ലൊരു വോയിസ് ക്വാളിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് പാട്ടാണെങ്കിലും സിനിമയാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും അടിപൊളിയാണ്. ഇനി ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു ഇയർബഡ്സിൻ്റെ ടോപ്പ് സൈഡിൽ 3 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ വോയിസ് അസിസ്റ്റൻറ്റ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ആപ്പിളിൻ്റെ സിറി ആണെങ്കിലും ഗൂഗിളിൻ്റെ ഗൂഗിൾ അസിസ്റ്റൻ്റ് ആണെങ്കിലും അവിടെ ഒന്നും യാതൊരു പ്രശ്നവുമില്ല, അവിടെ അത് നടക്കുന്നുണ്ട്. പിന്നെ സിംഗിൾ ടാപ്പാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കോള് ആൻസർ ചെയ്യാനും, അതേപോലെ പാട്ടോ എന്തെങ്കിലുമൊക്കെ പോസ് ആയിരിക്കുകയാണെങ്കിൽ അത് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയാണ് സിംഗിൾ ടാപ്പിൽ വരുന്നത്. ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോള് റിജക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ കോള് കട്ട് ചെയ്യാനും, അതുകൂടാതെ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന പാട്ടാണെങ്കിലും സിനിമയാണെങ്കിലും പോസ് ചെയ്യാനുള്ളതാണ് ഡബിൾ ടാപ്പിൽ വരുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ടച്ച് കൺട്രോളിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഈ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ ബീസ്റ്റ് മോഡ് കൊടുത്തിട്ടുണ്ട്. 50 ms ലേറ്റൻസി കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഗെയിം കളിച്ച് നോക്കി, ഗെയിം കളിക്കുമ്പോൾ അത്യാവശ്യം നല്ല ലേറ്റൻസി വരുന്നുണ്ട്. ആ ഒരു സൗണ്ടും ആക്ഷനും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ നേരെ മറിച്ച് നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമിൽ നമ്മൾ സിനിമ കാണുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്തൊന്നും ഈ ഒരു ലിപ്പും ഇതും തമ്മിലുള്ള ആ ഒരു സിങ്ക് വരാത്ത പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് ആവുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ക്വാളിറ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ
അടിപൊളി സംഭവം കേട്ടോ. ഒരു നെഗറ്റീവും പറയാനില്ല എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവും പറയാനില്ല. ഇതിൽ ANC എന്ന് പറയുന്ന ആ ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഫീച്ചർ വരുന്നില്ല, പകരം ENS ടെക്നോളജിയാണ് വരുന്നത്. 4 മൈക്കാണ് മൊത്തത്തിൽ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻവയോൺമെൻറ്റൽ സൗണ്ടുകൾ നല്ല രീതിക്ക് ഇത് ക്യാൻസൽ ചെയ്തിട്ടുള്ള നല്ല, പുറമേ നിന്ന് കോളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നമ്മൾ റഷായിട്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും കോളിൽ അവിടെ നിന്ന് എന്താണോ പറയുന്നത് ആ പറയുന്നത് നല്ല വ്യക്തമായിട്ട് നമുക്ക് കേൾക്കാം. സറൗണ്ടിങ് സൗണ്ടൊക്കെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ടല്ലോ, അതങ്ങനെ ആക്ടിവേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് ഡിറ്റക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു സംഭവങ്ങളൊക്കെ കോള് വരുന്ന സമയത്ത് എനേബിൾ ആയിക്കോളും. ബൈക്കുമ്മലാണോ? അതെ അതെ അതെ, ബൈക്കില നല്ല ക്ലിയർ ആയിട്ട് കേൾക്കണ്ട എന്റെ സൗണ്ട്? ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. ഞാനൊരു ഫാനിന്റെ അടിയിലാണ് നിൽക്കണത്, അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടോ? ഇല്ല 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 ഇല്ല, ആ ബുദ്ധിമുട്ടൊന്നും. സൗണ്ടൊക്കെ നല്ല ക്ലിയർ അല്ലേ? നല്ല നല്ല ക്ലിയർ ആണ്, നല്ല ക്ലിയർ ആണ്. പുതിയ ഹെഡ്ഫോണാ. ശരിയപ്പോ? അതെ, ഓക്കെ ഓക്കെ. ഏതാ മോഡല്? ബോട്ട് എയർഡോപ്സ് 170. നല്ലൊരു വോയിസ് എക്സ്പീരിയൻസ് ആണ് കോളിൻ്റെ കാര്യത്തിൽ. അത് വാട്സാപ്പ് കോൾ ആണെന്നുണ്ടെങ്കിലും മറ്റ് ആപ്ലിക്കേഷൻ ത്രൂ ഉള്ള വീഡിയോ കോൾ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ നല്ല രസമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാറ്ററി സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ 470 mAh ഒരു ബാറ്ററിയാണ് ഇതിൻ്റെ കേസിൽ കൊടുത്തിരിക്കുന്നത്. 40 mAh വീതം ഉള്ള ബാറ്ററികളാണ് ഈ ഓരോ ഇയർബഡ്സിലും കൊടുത്തിരിക്കുന്നത്. കമ്പനി അവകാശപ്പെടുന്നത് 40 മണിക്കൂർ 50 മണിക്കൂറൊക്കെ കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ പ്രാക്ടിക്കലി വരുമ്പോൾ നമുക്ക് ഒരു 5 ദിവസം 6 ദിവസമൊക്കെ സുഖമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഓടിപ്പോക്കോളും. നമ്മൾ ഈ ഒരു ഇയർബഡ്സ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 4-5 മണിക്കൂറോ ബാക്കപ്പ് കിട്ടുന്നുണ്ട്. 1-2 സിനിമ ഒക്കെ നമുക്ക് സിംപ്ലി കാണാനായിട്ട് സാധിക്കും. പാട്ട് കേൾക്കാനാണ് എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പാട്ട് കേൾക്കാനാണെങ്കിൽ 18 മണിക്കൂറിൻ്റെ ഒക്കെ ബാക്കപ്പ് കിട്ടുമെന്നാണ് ഈ ഒരു ബോട്ട് അവകാശപ്പെടുന്നത്. ഇത് ഫുൾ ചാർജ് ആവാനായിട്ട്, കേസ് അടക്കം ഫുൾ ചാർജ് ആവാനായിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ താഴെ എടുക്കുന്നുണ്ട്. C ടൈപ്പ് ചാർജിങ് കേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവരുടെ പിന്നെ ആ ഒരു ASAP ചാർജിങ് സംഭവം ഉണ്ടല്ലോ, 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 18 മണിക്കൂർ ഉപയോഗിക്കുക എന്ന് പറയുന്ന ആ ഒരു സംഭവം, ആ ഒരു ഫീച്ചറൊക്കെ ഇതിലും വന്നിട്ടുണ്ട്. അതിനപ്പുറം ആ ഒരു പ്രീമിയം ലെവലിലോട്ട് വരുന്ന ഫീച്ചറുകളൊന്നും കൊടുത്തിട്ടില്ല എന്ന് മാത്രം. ഞാൻ കൊടുത്ത 899 എന്ന് പറയുന്ന ഒരു പ്രൈസിന് ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്, അതിലൊരു സംശയവുമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു മടിയും കാണിക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ഗുഡ് ബൈ.